ക്ലാസ്സിലോട്ട് കയറിയില്ലേ? എല്ലാവരും ഹാപ്പിയാണോ? അപ്പൊ നമുക്ക് മാത്സ് പഠിച്ചു തുടങ്ങിയാലോ? എന്താണ് എനർജി കുറവ് എല്ലാവർക്കും? നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ തുല്യ ത്രികോണങ്ങളാണ്. ഓക്കെ, തുല്യ ത്രികോണങ്ങൾ, ഈക്വൽ ട്രയാങ്കിൾ. എന്താണ് ത്രികോണങ്ങൾ എന്നറിയാമോ? പാർവതി, എന്താണ് ത്രികോണങ്ങൾ? മൂന്ന് വശങ്ങളുള്ള ബഹുഭുജത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ത്രികോണം എന്ന് വിളിക്കുന്നത്. ബഹുഭുജം എന്താ? എന്താ സലീന ബഹുഭുജം? മൂന്നിൽ കൂടുതൽ വശങ്ങളുള്ള ജാമിതീയ രൂപങ്ങൾ, അതും അടഞ്ഞ ജാമിതീയ രൂപങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബഹുഭുജങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ടീച്ചർ ത്രികോണങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ എഴുതില്. ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ ത്രികോണങ്ങളെ കുറിച്ച്. ത്രികോണങ്ങൾക്ക് എത്ര വശങ്ങളുണ്ട് ഹാഷ്മി? മൂന്ന് വശങ്ങളുണ്ട്. ഇരുന്നോ? ത്രികോണങ്ങൾക്ക് വശങ്ങൾ മാത്രമേ ഉള്ളൂ അസ്ന? പിന്നെ എന്തൊക്കെയുണ്ട്? കോണുകളുണ്ട്. എത്ര കോണുകളുണ്ട്? ഇരുന്നോ? 3 കോണുകളുണ്ട്. അപ്പൊ 3 വശങ്ങളുണ്ട്, 3 കോണുകളുണ്ട്. ത്രികോണത്തെ വശങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എത്രയായി തരംതിരിക്കാം? എത്രയായി തരംതിരിക്കാം? എത്രയായി തരംതിരിക്കും? 3 ആയി തരംതിരിക്കാം അല്ലേ? ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞവരൊക്കെ? വശങ്ങളുടെ അടിസ്ഥാനത്തിൽ സമപാർശ്വ ത്രികോണം, സമഭുജ ത്രികോണം, വിഷമഭുജ ത്രികോണം. എന്താണ് സമഭുജ ത്രികോണം ഹാഷ്മി? 3 വശങ്ങളും തുല്യമാണെങ്കിൽ അതിനെ സമഭുജ ത്രികോണങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു. സമപാർശ്വം എന്താണ്? 2 വശങ്ങൾ തുല്യമാണെങ്കിൽ സമപാർശ്വം. വിഷമഭുജം എന്താണ്? 1 തുല്യമല്ലെങ്കിൽ വിഷമഭുജം എന്ന് പറയും. കോണുകളുടെ അടിസ്ഥാനത്തിൽ ത്രികോണത്തെ എത്രയായി തരംതിരിക്കാം അഞ്ജലി? എത്രയായിട്ട് തരംതിരിക്കാം? 3 ആയി തരംതിരിക്കാം. ഏതൊക്കെയാണ്? എല്ലാവരും പറഞ്ഞേ. ന്യൂന ത്രികോണം, ബൃഹത് ത്രികോണം, മട്ട ത്രികോണം. അപ്പൊ നിങ്ങളുടെ ത്രികോണങ്ങളുടെ പ്രത്യേകതകളെല്ലാം അല്ലേ? ടീച്ചർ 2 ത്രികോണങ്ങൾ തന്നാൽ അത് തുല്യമാണോ എന്ന് പറയാൻ പറ്റുമോ? ഈ ത്രികോണങ്ങൾ 2 തുല്യമാണോ? ആണല്ലേ? അസ്ന പറഞ്ഞു ആണെന്ന്. 3, 4, 5 സെന്റിമീറ്റർ ഉള്ള ത്രികോണം. ഇത് 3, 4, 5 സെന്റിമീറ്റർ ഉള്ള ത്രികോണം. ഇത് തുല്യമാണ്. അസ്ന പറഞ്ഞു അല്ലേ? ടീച്ചർ പറയട്ടെ, ഇത് തുല്യമാണോ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം? ഒരു ത്രികോണത്തെ മറ്റൊരു ത്രികോണത്തിന്റെ മുകളിൽ വരുന്ന രീതിയിൽ മേൽക്കുമേൽ വെക്കണം. അപ്പൊ നമുക്ക് ഒറ്റ ത്രികോണമായിട്ട് ഇതിനെ കാണാൻ പറ്റും. ഒരു സൈഡിൽ നോക്കുമ്പോൾ ഒരു ത്രികോണം, മറ്റേ സൈഡിൽ നോക്കുമ്പോൾ വേറൊരു ത്രികോണം. പക്ഷെ ഇതൊന്നും പുറത്ത് വേറെ ത്രികോണം കാണാൻ പറ്റും. നോക്കിയേ, നല്ല രീതിയിൽ കവർ ചെയ്യണം. കവർ ചെയ്തോ? ഒരു സൈഡിൽ നോക്കുമ്പോൾ ഒരു ത്രികോണേ കാണാൻ പറ്റും. പക്ഷെ ഈ സൈഡിൽ കൂടെ നോക്കുമ്പോൾ 2 ത്രികോണങ്ങളും കാണാൻ പറ്റും. അപ്പൊ ഇത് കവർ ചെയ്യുന്നില്ല മൊത്തത്തിൽ. അപ്പൊ ഇതിനെ തുല്യം പറയാൻ പറ്റുമോ? ഇല്ല. വേറെ ത്രികോണം കാണിക്കട്ടെ. ഇത് തുല്യമായിരിക്കുമോ? വശങ്ങളെല്ലാം തുല്യമാണ്. ഇനി ഒന്ന് വെച്ച് നോക്കാം. ടീച്ചർ നേരത്തെ പറഞ്ഞ ആശയം വെച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പൊ കാണാൻ പറ്റുമോ? ഇപ്പോഴും കാണാൻ പറ്റുന്നില്ല അല്ലേ? അപ്പൊ വശങ്ങൾ മാത്രം തുല്യമായാൽ പോരാ. പിന്നെ എന്തൊക്കെ തുല്യമാണ് സലീന? കോണുകളും തുല്യമാവണം. ചുമ്മാ തന്നെ തുല്യമായാൽ മതിയോ? അല്ല, അതിനൊരു തിയറുണ്ട്. തുല്യമായ വശങ്ങൾ വേണം. 2 ത്രികോണങ്ങൾ തുല്യമാകണമെങ്കിൽ അതിന്റെ 3 വശങ്ങളും തുല്യവുമാകണം. തുല്യമായ വശങ്ങൾക്ക് എതിരെ കിടക്കുന്ന കോണുകളും തുല്യമായിരിക്കണം. നോക്കിക്കേ, ഇത് 2 ത്രികോണമല്ലേ? ഈ 2 ത്രികോണം നേരത്തെ പറഞ്ഞ രീതി മേൽക്കുമേലെ വെക്കാം. ഇനി മേൽക്കുമേലെ ടീച്ചറുടെ കയ്യിൽ 2 ത്രികോണങ്ങൾ ഉണ്ടെങ്കിലേ വെക്കാൻ പറ്റൂ. ടീച്ചർ ബോർഡിൽ ആ വരച്ചതിൽ വെക്കാൻ പറ്റുമോ? എടുത്ത് നിങ്ങൾക്ക് വെക്കാൻ പറ്റുമോ? ഇല്ല. ഇങ്ങനെ 2 മാതൃകകളാണെങ്കിലേ വെക്കാൻ പറ്റൂ. ബോർഡിലാണ് വരച്ചത്. നിങ്ങൾ എങ്ങനെ ചെയ്യും? 3 വശങ്ങൾ തുല്യമാണോ എന്ന് നോക്കണം. തുല്യ
അതിന്റെ മൂന്ന് വശങ്ങളും തുല്യമായ വശങ്ങൾക്ക് എതിരെ കിടക്കുന്ന കോണുകളും എന്താവണം?